എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും ജീവിച്ചു പോണ്ടേ, അതിനുവേണ്ടി ചെയ്യാത്ത പണികളില്ല മനുഷ്യന്മാർ. അപ്പോൾ ഒരിക്കൽ ഞാൻ ആട് ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വയനാട്. അതെ അതെ, നമ്മളവിടെ ക്യാമ്പ് ചെയ്തല്ലോ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആടിനെ വാങ്ങാൻ വേണ്ടി ഞാൻ തിരഞ്ഞു നടന്നു. അതായത് ഒരു പ്രത്യേക ബ്രീഡ്, ഒറിജിനൽ ജമുനാപ്യാരി കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ കുറേ തിരഞ്ഞു നടന്നു. അങ്ങനെ ഒരാളിലേക്ക് എത്തി, അയാളുടെ അടുത്ത് സാധനം ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവന് ആടുകളെപ്പറ്റി എന്തെങ്കിലും അറിയണമല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് പോയി. രണ്ടാമത്തെ തവണ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായി. അവൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ എത്ര ആടുകളുണ്ട്, എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ കച്ചവടക്കാരെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല. കച്ചവടക്കാരെ കൊണ്ടുവന്നാൽ കച്ചവടം നടക്കും പെട്ടെന്ന്, ഈ ബ്രോക്കർമാർ ടൈപ്പ്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഒരു ബ്രോക്കർ എൻ്റെ ആടിനെ കണ്ടു. അയാളൊരു റേറ്റ് പറഞ്ഞു. കച്ചവടക്കാരുടെ ഭാഷയിൽ ചവിട്ടി പിടിച്ച് വാങ്ങുക എന്ന് പറയും. അതായത് വളരെ റേറ്റ് താഴ്ത്തി വാങ്ങുന്നവൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ചവിട്ടി പിടിച്ച് വാങ്ങുക എന്ന് പറയും. അങ്ങനെ ചവിട്ടി പിടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു റേറ്റ് പറഞ്ഞു. എനിക്കൊരിക്കലും അത് സ്വീകാര്യമായില്ല. കാരണം ഞാൻ ആട് വാങ്ങിയ റേറ്റ് പോലും ആയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇത് കൊടുക്കൂല എന്ന് കണ്ടപ്പോൾ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ ആട് നിൻ്റെ കൂട്ടിൽ അധികകാലം ഉണ്ടാവില്ല എന്നൊരു ശാപം പോലെ അയാൾ പറഞ്ഞു എന്നാണ് പറയണത്. പിന്നീട് അവൻ പറഞ്ഞ അവൻ്റെ അനുഭവം ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായും അവൻ്റെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആടുകൾ അതിനുശേഷം എനിക്ക് നഷ്ടപ്പെട്ടു. ഓൻ പറയണത് 13 ആടുകളെ എൻ്റെ കൈ കൊണ്ട് ഞാൻ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എന്നുള്ളതല്ല. കച്ചവടത്തിന് വേണ്ടി, വരുമാനത്തിന് വേണ്ടി എന്ത് ചീത്ത കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഒരു ആട് കർഷകന് ഒരു 50,000-ന് വിൽക്കേണ്ട ആടുകളുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിന് ഒരു പ്രയാസം വരുമ്പോഴാണ് അദ്ദേഹം അത് വിൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കച്ചവടക്കാരെടുത്തെത്തും. അവരത് 10-15 ഉറുപ്പ്യക്ക് അത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങുക എന്നുള്ള ഒരു കാര്യം. ഇത് വളർത്തിയവൻ്റെ പ്രയാസം മനസ്സിലാക്കാനോ ഒന്നും തയ്യാറാകാതെ സ്വന്തം വരുമാനം മാത്രം ഉദ്ദേശിക്കുക എന്നുള്ളത്. അതിന് പറയുന്ന ന്യായീകരണം എന്താണ്? ജീവിച്ചു പോണ്ടേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് ജീവിച്ചു പോണ്ടേ എന്നുള്ളതല്ല, മരിച്ചു ചെല്ലണ്ടേ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഏത് കച്ചവട രംഗത്താകട്ടെ ഒക്കെ അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്നു. അതിൻ്റെ ചൂഷണം, ഇപ്പോൾ കാർഷിക രംഗത്തൊക്കെ മെനക്കെട്ട് പണിയെടുക്കുന്ന കർഷകർ എന്താണ് അവർക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നത്? അവർക്ക് കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കടം വീടാൻ പോലും ഈ വരുമാനം കൊണ്ട് തികയുന്നില്ല എന്നുള്ളതാണ്. ചൂഷണമാണ് എല്ലാ രംഗത്തും നടക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് എമ്പാടും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ഇവിടെ ഇപ്പോൾ അതുള്ള പറഞ്ഞ പോലെ പിന്നെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് കച്ചവടം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന എനിക്ക് കൊണ്ട് കച്ചവടമായിരിക്കും നമ്മളെ കൂട്ടത്തിൽ. അവിടെ ശരിക്കും നേരത്തെ അരസ്വരി പറഞ്ഞ പോലെ ആ ശരിയായൊരു അറിവ്, ഇസ്ലാമികമായൊരു അറിവ് കച്ചവടത്തിന് നിർബന്ധമായും വേണം. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇവിടെ ചെറിയ ലാഭം കാലം കിട്ടുമ്പോഴേക്കും പരലോകം ചെയ്യും, നഷ്ടപ്പെടും. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ജീവിച്ചു പോയാൽ പോരാ, അങ്ങോട്ട് ചെല്ലണം. ഇപ്പോൾ സ്ത്രീധനം വാങ്ങുന്ന ഒരാൾ തെറ്റാണെന്നറിയാം, അയാൾ പോലും ന്യായീകരിക്കണം എന്താ, എൻ്റെ പെങ്ങളെ കെട്ടിച്ചപ്പോൾ ഞങ്ങൾ ഇത്ര കൊടുത്തിട്ടുണ്ട് അല്ലേ, എൻ്റെ വീട്ടിൽ ഒരു കള്ളം കയറി ഒരു 1000 ഉറുപ്പ്യ കട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും വേറൊരു വീട്ടിൽ കയറിയിട്ട് ഞാനും കക്കും. അത്രേ ഉള്ളൂ അല്ലേ? അതെ. എൻ്റെ വിശ്വാസം പറഞ്ഞില്ല, നിങ്ങൾ പിന്നെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ വ്യക്തമായി പറഞ്ഞിട്ട് കച്ചവടം ചെയ്യണം. എങ്കിൽ അതിൽ ബറക്കത്തുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അത് മറച്ചു വെച്ചാലോ അതിലെ ബറക്കത്ത് മായ്ച്ചു കളയും. എന്താണ് ആ പ്രയോഗം? അതെ, ഇപ്പോൾ ചന്തയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഹദീസ് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി.
ചന്തയിലൊക്കെ കാലിച്ചന്തയിലൊക്കെ നടക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോത്തിനെ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആളുകൾ വന്നിട്ട് അതിന് വമ്പം വില ഇങ്ങനെ പറയും. അവർക്ക് വാങ്ങാനല്ല, അത് കേൾക്കുമ്പോൾ നമ്മളാ ഇതിനുള്ള സാധനം ഉണ്ട് കേട്ടോ, ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ മേലെയോ അതിൻ്റെ തൊട്ടു താഴെയായിട്ട് കച്ചവടം അടിക്കും. ഹദീസിൽ വന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ഈ തരം നജഷ് കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം വായിച്ചു നോക്കിയപ്പം സംഗതി ഇതാണ്. വാങ്ങാൻ വേണ്ടി അല്ലാതെ ഒരു റേറ്റ് പറയുന്നു. ചിലപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചു കൊണ്ടുപോകും, ഇതൊന്ന് വന്നാൽ മതി ഈ കച്ചവടത്തിന്. ഇപ്പോൾ ലേലങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊന്ന് വന്നാൽ മതി, 4 ആൾ വേണം, ഇതൊരു സംഖ്യ വിളിക്കണം, കുറച്ച് വിളിച്ചാൽ മതി, ഞാൻ അതിൻ്റെ മേലെ പറയും, അങ്ങനെ എനിക്ക് കിട്ടും. ഇതൊക്കെ തെറ്റാണ് ഇതിന് കൂട്ടു നിൽക്കുന്നതും ഒക്കെ. വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പറയാനുള്ള ഒരു സമയമല്ല എങ്കിലും എങ്കിലും നമ്മൾ പിന്നെ പരലോകം ശ്രദ്ധിക്കണം ഒരു ഇടപാട് നടത്തുമ്പോൾ. അതാണ് അതിൽ പറയാനുള്ളത് അല്ലേ? ഇന്നത്തെ അനുഭവത്തിൽ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. അത് മാത്രമല്ല, നമ്മളെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാന്യമായ വില കിട്ടാതെ അത് വിൽക്കരുത്. അതെ, ആരെങ്കിലും പറഞ്ഞ് പ്രഷർ സമ്മർദ്ദത്തിലാക്കി അതിന് വകച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും കടം വാങ്ങുകയെ എന്നിട്ട് നല്ലൊരു റേറ്റ് കിട്ടുമ്പോൾ വിൽക്കുകയെ, അതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്.